എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 1001 രാത്രിയിലെ 25ാമത്തെ കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ മുടന്തനും ബാഗ്ദാദിലെ ക്ഷുരകനും. ആ സുന്ദരിയെ കാണാൻ പോകുന്ന യുവാവിൻ്റെ തല മുണ്ടനം ചെയ്യാൻ വേണ്ടി ക്ഷുരകൻ വന്നിടത്താണല്ലോ കഴിഞ്ഞ രാത്രി ഷഹറാസാദ് കഥ പറഞ്ഞു നിർത്തിയത്. അടുത്ത രാത്രി ഷഹറാസാദ് വീണ്ടും കഥ പറയാൻ ആരംഭിച്ചു. കഥ തുടർന്ന് കേട്ടോളൂ. തല മുണ്ടനം ചെയ്യാൻ ചെറുപ്പക്കാരൻ ധൃതി കൂട്ടിയപ്പോൾ ക്ഷുരകൻ പറഞ്ഞു, അങ്ങക്ക് തെറ്റിപ്പോയി, ഞാനൊരു വായാടിയല്ല. അടുത്തു പരിചയമുള്ളവർ എന്നെ മുനി എന്നാണ് വിളിക്കാറ്. ഞാൻ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ എന്നാണ് അവരുടെ പരാതി. എൻ്റെ 6 സഹോദരന്മാരെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ? അല്ല, കേൾക്കാനിടയില്ല. അവരാണെങ്കിൽ ശരിക്കും വായാടികൾ തന്നെ. എല്ലാം ഒന്നിനൊന്നിന് മെച്ചം. ഞാൻ മാത്രമേ ഉള്ളൂ അവരിൽ നിന്ന് ഭിന്നമായിട്ട്. ഈ സമയം ഒരു ദൂതനെ വിളിച്ച് യുവാവ് പറഞ്ഞു, 2 ദർഹം കൊടുത്ത് ഇയാളെ പറഞ്ഞയച്ചേക്ക്, എനിക്കിപ്പോ മുടി വെട്ടണമെന്നില്ല. അത് കേട്ടപ്പോ ബാർബർ ചോദിച്ചു, അങ്ങ് പറഞ്ഞത് ക്രൂരമായി പോയി. അല്ല, ആര് കേട്ടാലും അങ്ങനെയേ പറയൂ. ഞാൻ പണത്തിന് വേണ്ടിയല്ല വന്നത്. ഷേവ് ചെയ്താൽ പോലും എനിക്ക് പണം വേണമെന്നില്ല. പിന്നെയല്ലേ വെറുതെ ചോദിക്കുന്നത്. വേണ്ട യജമാനനെ, വേണ്ട, എനിക്ക് പണം വേണ്ട. എന്നെക്കുറിച്ച് അങ്ങക്ക് അറിഞ്ഞുകൂടെങ്കിലും അങ്ങയുടെ അച്ഛൻ എന്നെ നന്നായിട്ട് അറിയാം. അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. വളരെ നല്ല മനുഷ്യനായിരുന്നു. എനിക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടെന്നോ? ഒരു സംഭവം ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു. ഒരു ദിവസം അങ്ങുന്നിൻ്റെ അച്ഛൻ എന്നെ വിളിച്ചു. ഞാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും വളരെ പേരുണ്ട്. എല്ലാവരും വലിയ ആളുകൾ. ഞാൻ നിഴൽ അളന്നു നോക്കി പറഞ്ഞു, അങ്ങുന്നേ, ഇപ്പോൾ സമയം നന്നല്ല. 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞോട്ടെ. അദ്ദേഹം അത് സമ്മതിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞു മതിയെന്ന് പറഞ്ഞു. അത്രയും നേരം എന്നോട് സംസാരിച്ചിരുന്നു. 100 ദിനാറാണ് അന്ന് എനിക്ക് അദ്ദേഹം തന്നത്. തന്നെ പോലെ ഒരുത്തനെ പൊറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനൊരു മണ്ടൻ തന്നെ. കുഞ്ഞ്, ദേഷ്യപ്പെടാൻ പാടില്ല. അല്ലാഹു പറഞ്ഞത് ഓർമ്മയുണ്ടോ? കോപത്തെ അടക്കുന്നവനും കുറ്റവാളിക്ക് മാപ്പ് കൊടുക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവർ. അതുകൊണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് ദേഷ്യമില്ല. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ എന്തിന് ഇത്ര ധൃതി കൂട്ടുന്നു എന്നാണ്. നിങ്ങളുടെ അച്ഛൻ ഏത് നല്ല കാര്യം തുടങ്ങുന്നതിനു മുമ്പും എൻ്റെ അഭിപ്രായം ആരായും. ശരിയായ ഉപദേശം സ്വീകരിക്കുന്നവന് പരാജയമില്ല. ദൈവമേ, ഇതൊന്നും നിർത്താമോ? എടോ, എൻ്റെ മുടി വെട്ടാനാണ് തന്നെ വിളിച്ചു വരുത്തിയത്. ഇനി ഒന്നും വേണ്ട, ഇവിടെ നിന്ന് പോയാ മതി. ഞാൻ ചാടി എണീറ്റു. ഇതിനിടെ മുണ്ടന പ്രക്രിയയുടെ സമാരംഭമായി എൻ്റെ തലയിൽ സോപ്പ് തേച്ച് പിടിപ്പിച്ചിരുന്നു. പക്ഷേ ആ ചെകുത്താൻ പറഞ്ഞു, കുഞ്ഞിൻ്റെ രോഗം തീർത്തും ഭേദമായിട്ടില്ല. അതുകൊണ്ടാണ് ഈ മുൻകോപം. നിങ്ങൾ ചെറുപ്പമാണ്. എൻ്റെ ചുമലിലേറി സ്കൂളിൽ പോയിരുന്നത് ഇന്നലെയാണെന്ന് തോന്നുന്നു. അന്നൊക്കെ സ്കൂളിൽ പോകാൻ കുഞ്ഞിന് മടിയായിരുന്നു. സ്നേഹിത, എനിക്ക് വേറെ പണിയുണ്ട്, നിങ്ങൾ എന്നെ വിടൂ, ഞാൻ ഗൗരവത്തിൽ പറഞ്ഞു. അവസാനം അയാൾ കത്തിയെടുത്തു. കുറെ നേരം തേച്ച് മൂർച്ച വരുത്തി. എന്നിട്ട് എൻ്റെ തല ചരിച്ചു പിടിച്ച് ഒരു വശത്തെ കുറച്ചു മുടി വടിച്ചു കളഞ്ഞു. പക്ഷേ പ്രഭാഷണം നിർത്തിയില്ല. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. ഈ കൈകൊണ്ട് രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഗവർണർ ജനറൽമാരുടെയും തല മുണ്ടനം ചെയ്തിട്ടുണ്ട്. തൻ്റെ പരിജ്ഞാനം വെളിപ്പെടുത്താൻ ചില പൊട്ട ശ്ലോകങ്ങൾ അയാൾ തെറ്റായി ഉദ്ധരിക്കുകയും ചെയ്തു. നിങ്ങൾ മുടി വെട്ടുന്നോ ഇല്ലയോ? ഞാൻ ഗർജിച്ചു. കുഞ്ഞ് ധൃതിയിലാണല്ലേ? ഇപ്പോഴാണോ അത് മനസ്സിലായത്? ധൃതി നന്നല്ല. ഇത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ധൃതി പിടിച്ച് ഓരോന്ന് ചെയ്താൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അയാൾ പിന്നെയും സൂര്യനെ നോക്കി നിന്നു. സാരമില്ല, നിസ്കാരത്തിന് 3 മണിക്കൂർ കൂടിയുണ്ടല്ലോ, ഞാൻ സ്വയം സമാധാനിച്ചു. പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് പെൺകുട്ടിയുടെ വീട്ടിൽ പോയി മടങ്ങുന്ന കാര്യം പ്രയാസമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ വിരുന്നിന് പോണം, സമയം വൈകി. ഓ, പറഞ്ഞത് നന്നായി. പെട്ടെന്നോർത്തതുപോലെ ക്ഷുരകൻ പറഞ്ഞു, എനിക്കും ഒരു വിരുന്നൊരുക്കാനുണ്ട്. ഇന്ന് രാത്രി സ്നേഹിതന്മാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും തയ്യാറായിട്ടില്ല.
എനിക്ക് വേണ്ടി പാകം ചെയ്ത ഭക്ഷണ സാധനങ്ങളുണ്ട്, അതെല്ലാം കൊണ്ടുപോയിക്കൊള്ളൂ. എങ്ങനെയും ശല്യം ഒഴിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് നന്ദി പറഞ്ഞ് ആ നന്ദി കെട്ടവൻ പിന്നെയും കുറേ സമയം കളഞ്ഞു. ഉച്ച നമസ്കാരത്തിനുള്ള ബാങ്ക് വിളി മുഴങ്ങി. എനിക്ക് വേവലാതിയായി. വേഗം ജോലി തീർത്ത് എന്നെ വിടൂ എന്ന് ഞാൻ വീണ്ടും അപേക്ഷിച്ചു. എൻ്റെ സ്നേഹിതൻ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. അത് വെറുതെ പറയുന്നതാണ്. അങ്ങൊരു സ്ത്രീയെ കാണാൻ പോവുകയല്ലേ, എന്നോടൊന്നും ഒളിക്കണ്ട. പക്ഷേ ഇത്തരം ഏർപ്പാടുകൾ ഒറ്റയ്ക്ക് നടത്തുന്നത് ശരിയല്ല. വല്ല അപകടവും പിണഞ്ഞാലോ? ഞാൻ കൂടെ വരാം. ഈ പലഹാരങ്ങൾ വീട്ടിലെത്തിച്ചിട്ട് ഇതാ വന്നു കഴിഞ്ഞു. ഒരുവിധം ജോലി തീർത്ത് അയാൾ പോയി. ഞാൻ ധൃതിയിൽ കുളിച്ച് തയ്യാറായി അവളുടെ വീട്ടിലേക്ക് ഓടി. ആ ചെകുത്താൻ വരുന്നതിന് മുമ്പ് അങ്ങെത്തണം. പക്ഷെ കുറെ ദൂരം ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് ആ നശിച്ച ക്ഷുരകൻ പതുങ്ങി പതുങ്ങി പിന്നാലെ വരുന്നു. ഞാൻ വേഗം നടന്നു. പെട്ടെന്ന് അവളുടെ വീടിനകത്ത് കയറി കതകടച്ചു. അവൾ എന്നെ കാത്തു നിന്നിരുന്നു. ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് പോയി. ഞങ്ങൾ മുറിയിൽ കടന്നതും താഴെ വാതിൽ തുറന്ന ന്യായാധിപനും സിൽബന്തികളും വീട്ടിൽ പ്രവേശിച്ചതും ഒപ്പമായിരുന്നു. ജനാല വഴി ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ തെരുവിൽ ക്ഷുരകൻ നിൽക്കുന്നത് കണ്ടു. അച്ഛൻ വന്നതറിഞ്ഞിട്ടും എൻ്റെ കാമുകി പതറിയില്ല. അവളെ കാണാൻ അച്ഛൻ മുകളിൽ വരാറില്ലെന്നും ഒളിച്ചിരിക്കാൻ അവിടെ ധാരാളം സ്ഥലമുണ്ടെന്നും പറഞ്ഞ് അവൾ എനിക്ക് ധൈര്യം തകർന്നു. എന്നാൽ നിർഭാഗ്യം മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ന്യായാധിപൻ ഒരടിമ പെണ്ണിനെ ഏതോ തെറ്റ് ചെയ്തതിന് കുറെ തല്ലുകൊടുത്തു. അവൾ ഉറക്കെ കരഞ്ഞു. മറ്റൊരു നീഗ്രോ ഓടി വന്ന് അവൾക്ക് വേണ്ടി വാദിച്ചു. അവനും കിട്ടി തല്ല്. രണ്ടുപേരുടെയും നിലവിളി തെരുവിൽ നിന്ന് ക്ഷുരകൻ കേട്ടു. എന്നെയാണ് തല്ലുന്നതെന്ന് അവൻ വിചാരിച്ചു. അവൻ വിളിച്ചു കൂവി, ഓടി വരണേ, എൻ്റെ യജമാനനെ തല്ലിക്കൊല്ലുന്നേ, രക്ഷിക്കണേ. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൻ എൻ്റെ വീട്ടിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. ബന്ധുക്കളും നാട്ടുകാരും വഴിപോക്കരും അടങ്ങിയ ഒരു വലിയ സംഘം വടിയും മറ്റായുധങ്ങളുമായി ക്ഷുരകന്റെ നേതൃത്വത്തിൽ എന്നെ രക്ഷിക്കാൻ ഓടി വന്നു. ബഹളം കേട്ട് ന്യായാധിപൻ ജനാല തുറന്നു നോക്കി. പുറത്ത് വലിയൊരാൾക്കൂട്ടം. അവർ വാതിലിൽ ഇടിക്കുകയും തൊഴിക്കുകയുമാണ്. കൂടുതൽ ആക്രമാശക്തരാവുന്നതിനു മുമ്പ് അദ്ദേഹം വാതിൽ തുറന്ന്, എന്താണ് കൂട്ടരെ നിങ്ങളുടെ പരാതി എന്ന് അദ്ദേഹം ചോദിച്ചു. നിങ്ങൾ ഞങ്ങളുടെ യജമാനനെ കൊന്നു അല്ലേ? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. ആരാണ് നിങ്ങളുടെ യജമാനൻ? അദ്ദേഹത്തെ ഞാൻ എന്തിനു കൊല്ലണം? കഥ ഇത്രയുമായപ്പോഴേക്കും സമയം നേരം പുലർന്നു. ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി. തുടർന്നുള്ള യുവാവിൻ്റെ അവസ്ഥ എന്താകുമെന്നറിയാൻ കാത്തിരുന്നോളൂ. അടുത്ത രാത്രി വീണ്ടും വരാം കഥ പറഞ്ഞു തരാൻ വേണ്ടി. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ.